ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്യാമാസ് അക്കൗണ്ടിംഗ് ഹബ്. ഞാൻ ഈ ചാനലിലെ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായിട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് ആൾക്കാർ എനിക്ക് കമൻറ്റ് ചെയ്തിട്ട് പറയാറുണ്ട്, ഞാൻ ഇതിനു മുമ്പ് സോഹോ ബുക്സിനെ കുറിച്ചിട്ട് 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം എവിടെയെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് തിരക്കുകളും ഇതൊക്കെ കാരണം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒത്തിരി നാളായി ഞാൻ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇനി മുതൽക്ക് ഞാൻ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് ഈ ചാനലിൽ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം, കാരണം എനിക്ക് ഇനി കുറച്ചും കൂടി വാച്ച് ടൈമൊക്കെ ആകാനുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, അതേപോലെ തന്നെ ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അതേപോലെ നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദി. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സോഹോ ബുക്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ സോഹോ ബുക്സിൻ്റെ ഒരു ഓവർ വ്യൂ ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് സോഹോ ബുക്സ്? അപ്പോൾ എന്താണ് സോഹോ ബുക്സ്? സോഹോ ബുക്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത്, അതിൻ്റെ മൊത്തത്തിൽ ഒരു ഓവർവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതേപോലെ തന്നെ എൻ്റെ ഫസ്റ്റ് ചാനലാണ് ടാലി അക്കൗണ്ടിങ് മലയാളമാണ്. അതിൽ ഞാൻ ടാലി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയണത്. അതേപോലെ തന്നെ ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ്സും എടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ അതിലെനിക്ക് മെയിൽ ചെയ്തോളൂ. എൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് shyamastaliclass@gmail.com ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് സോഹോ ബുക്സിൻ്റെ ഒരു ഓവർവ്യൂ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സോഹോ ബുക്സിൽ എങ്ങനെയാണ് നമ്മളൊരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുക, അപ്പോൾ സോഹോ ബുക്സിൽ എങ്ങനെയാണ് നമ്മളൊരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുക, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഹോം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഡാഷ്ബോർഡിൻ്റെ വ്യൂ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡാഷ്ബോർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടോട്ടൽ റിസീവബിൾസും അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ടോട്ടൽ പേയബിൾസും കാണിക്കും. അതായത് നമ്മളുടെ ബിസിനസ്സിൽ എത്ര കിട്ടാനുണ്ട്, ഇവിടെ എന്താണ് നമ്മൾ എത്ര കൊടുക്കാനുണ്ട് എന്നുള്ളതിൻ്റെ വ്യൂ ആണ് നമുക്ക് കാണിക്കുക. അതേപോലെ നമുക്ക് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ക്യാഷ് ഫ്ലോ കാണിക്കും. അതായത് ബിസിനസ്സിലെ ക്യാഷിൻ്റെ ഫ്ലോ, അതായത് ബിസിനസ്സിലെ ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോയുടെ റിപ്പോർട്ടാണ് നമുക്കിവിടെ കാണിക്കുക. നമ്മൾ ഒന്നുകൂടി താഴത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ മന്ത് വൈസ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്കിവിടെ കാണിക്കുക. അതേപോലെ തന്നെ നമ്മൾ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ ഏത് വർഷമാണ്, ഇവിടെ നമുക്ക് ഫിസിക്കൽ ഇയർ, നമ്മൾ ഫിനാൻഷ്യൽ ഇയറിനെയാണ് ഫിസിക്കൽ ഇയർ എന്ന് പറയുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് വർഷമാണ് വേണ്ടത്, പ്രീവിയസ് ഇയർ വേണോ, അല്ലെങ്കിൽ ലാസ്റ്റ് 12 മന്ത് വേണോ, ലാസ്റ്റ് 6 മന്ത് വേണോ, ഇങ്ങനെ നമ്മൾക്ക് ഓരോന്നും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ പറ്റും. അതേപോലെ നമുക്കിവിടെ ഒരു ഗ്രാഫിക്കൽ റിപ്പോർട്ടായിട്ട് നമുക്കിവിടെ കിട്ടും. ഏത് മന്തിലാണ് കൂടുതൽ വന്നിരിക്കുന്നത്, കുറവ് വന്നിരിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഗ്രീൻ ആണെങ്കിൽ നമ്മുടെ ഇൻകം ആണ്, ലോസ് ആണെങ്കിൽ എക്സ്പെൻസ് ആണെങ്കിൽ എന്താണ് ഇവിടെ റെഡ് കളറാണ് നമുക്ക് ടോട്ടൽ ഇൻകം, അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. എല്ലാറ്റിൻ്റെ ഡീറ്റെയിൽസും നമുക്കിവിടെ കാണിക്കും. അതേപോലെ നമുക്ക് പ്രൊജക്ട്സ് എല്ലാം നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ഇവിടെ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രൊജക്ട്സ് ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നമുക്ക് പ്രൊജക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആഡ് ചെയ്യാം. അപ്പോൾ പ്രൊജക്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊജക്ട്സ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ടൈം ട്രാക്കിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ടൈം ട്രാക്കിംഗ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടൈം ട്രാക്കിങ്ങിന് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൊജക്ട്സ് പറഞ്ഞിട്ട് നമുക്കിവിടെ കാണിക്കും. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഈ പ്രൊജക്ട്സുകൾ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ നമുക്ക് കസ്റ്റമർ, അതേപോലെ തന്നെ പ്രൊജക്റ്റ്, നമ്മൾക്ക് ലൈഫ് സൈക്കിൾ ഓഫ് എ പ്രൊജക്റ്റ്, നമുക്ക് റീറ്റെയിനർ ഇൻവോയ്സസ്, അതേപോലെ തന്നെ ലോഗ് ടൈം യൂസിങ് ടൈമർ, പ്രൊജക്റ്റ് എക്സ്പെൻസസ്, ഇങ്ങനെയെല്ലാം നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ടൈം ഷീറ്റും നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ പ്രൊജക്റ്റിൻ്റേതായിട്ടുള്ള ഈ ടൈം ഷീറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വ്യൂ ബൈ, അതേപോലെ തന്നെ സ്റ്റാറ്റസ് ഓൾ, പീരീഡ് ഓൾ, സെലക്ട് കസ്റ്റമർ, സെലക്ട് എ പ്രൊജക്റ്റ്. അതായത് നമ്മളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ കസ്റ്റമർക്ക് നമ്മൾക്ക് ഏത് ഇതിലേക്കാണ് നമുക്ക് ആ കസ്റ്റമറെ സെലക്ട് ചെയ്തിട്ട് നമ്മളെ എത്ര ദിവസത്തിനുള്ളിൽ പൈസ കൊടുക്കാനുണ്ട്, അങ്ങനെയുള്ള ആ ഒരു പ്രൊജക്റ്റ് നമുക്ക് ടൈം ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അടുത്തത് വരുന്നത് ഇവിടെ ഐറ്റംസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഐറ്റംസ് എടുക്കാം.
അപ്പോൾ നമ്മൾക്ക് ഐറ്റംസ് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഇൻവെൻട്രി നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് ഈ ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് നെയിം വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ പർച്ചേസ് ഡിസ്ക്രിപ്ഷൻ. നമ്മൾക്ക് പുതിയൊരു ഐറ്റമാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക, നമുക്ക് ഇവിടെ ന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്ലസ് അടിച്ചിട്ട് നമുക്ക് ഇവിടെ ന്യൂ ആയിട്ട് ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ന്യൂ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ടൈപ്പ് ഐറ്റത്തിൻ്റെ നെയിം നമുക്കിവിടെ കൊടുക്കാം. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഞാൻ വീറ്റ് എന്നുള്ളത് കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾക്ക് വീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ചോദിക്കും ഗുഡ്സ് ആണോ സർവീസ് ആണോ. അപ്പോൾ നമുക്ക് ഗുഡ്സിലേക്ക് കൊടുത്തു. നമുക്ക് അതിൻ്റെ യൂണിറ്റ്, അപ്പോൾ ഇവിടെ നമുക്ക് യൂണിറ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് യൂണിറ്റ് ആണെന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഏതാണ് യൂണിറ്റ് എന്നുള്ളത് നമുക്കിവിടെ കാണിക്കും. ഇപ്പോൾ കിലോഗ്രാം ആണെന്ന് വിചാരിക്കുക, നമുക്ക് കിലോഗ്രാം. അപ്പോൾ നമ്മൾ ഈ യൂണിറ്റുകൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ഓൾറെഡി ഡീഫോൾട്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾക്ക് kg എന്നുള്ളത് വന്നു. അതേപോലെ നമുക്ക് ഇവിടെ ഐറ്റത്തിൻ്റെ HSN കോഡൊക്കെ നമ്മൾക്ക് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. അതേപോലെ നമുക്ക് ടാക്സ് പ്രിഫറൻസ്, നമ്മുടെ GST ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് GST ഉണ്ടോ, ടാക്സബിൾ ആണോ, അതേപോലെ തന്നെ നോൺ ടാക്സബിൾ ആണോ എന്നുള്ളതിലേക്ക് നമുക്കിവിടെ കൊടുക്കാം. നമുക്കിവിടെ ടാക്സബിൾ ആണെങ്കിൽ ടാക്സബിൾ കൊടുക്കാം, അല്ലെങ്കിൽ നോൺ ടാക്സബിളിലേക്ക് കൊടുക്കാം. നമുക്കിവിടെ ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ട് വെക്കാം. അതായത് ഓരോ ഐറ്റത്തിൻ്റെയും സെല്ലിംഗ് പ്രൈസ് നമുക്ക് സെറ്റ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ സെല്ലിംഗ് പ്രൈസ് ആണെന്ന് വിചാരിക്കുക, നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് ഇപ്പോൾ ഒരു 50 കൊടുത്തു. നമ്മളിവിടെ സെല്ലിംഗ് പ്രൈസ് 50 കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് അക്കൗണ്ട് ചോദിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഏതിലേക്കാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇവിടെ ഇൻകം കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് ഇവിടെ നമുക്ക് എടുത്തു കഴിഞ്ഞെങ്കിൽ അതർ ചാർജസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ സെയിൽസിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് സെയിൽസ് എടുത്തു. ഇവിടെ ഈ ഐറ്റത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനായിട്ട് നമുക്കിവിടെ കൊടുക്കാം. അതേപോലെ ഇതിൻ്റെ കോസ്റ്റ് പ്രൈസ് നമുക്ക് പർച്ചേസിൻ്റെ റേറ്റ് നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ പർച്ചേസിൻ്റെ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ 42 കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് അക്കൗണ്ട് എന്നുള്ളത് നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് അതിലേക്കാണ് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ പ്രിഫേർഡ് വെണ്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കസ്റ്റമറുടെ അടുത്ത് നിന്നാണ് നമ്മൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വെണ്ടറെ നമ്മൾക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ABC ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ABC നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇതെല്ലാം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഐറ്റം നമ്മൾക്ക് ഇവിടെ നമ്മൾ സേവ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഒരു ഐറ്റം നമ്മളവിടെ സേവ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഇവിടെ ബാങ്കിങ് എടുക്കാം. അപ്പോൾ ബാങ്കിങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണിക്കും, നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിവിടെ കാണും. ക്യാഷ് ഇൻ ഹാൻഡ്, അതേപോലെ തന്നെ ബാങ്കിൻ്റെ ബാലൻസ് എത്രയാണ്, നമ്മൾക്ക് എത്രയാണ് ബാങ്കിൻ്റെ ഓവർവ്യൂ എത്രയാണ്, എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ ബാങ്ക് ഓർ ക്രെഡിറ്റ് കാർഡൊക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. നമുക്കിവിടെ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബാങ്ക് നമുക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കും. ഇവിടെ നമുക്ക് ആക്റ്റീവ് അക്കൗണ്ട്സ് ഉണ്ട്, അക്കൗണ്ട് ഡീറ്റെയിൽസിലുണ്ട്. നമുക്ക് ക്യാഷ്, പെറ്റി ക്യാഷ്, അതേപോലെ തന്നെ SIB ബാങ്ക്, എമൗണ്ട് ഇൻ ബാങ്ക്, അതേപോലെ തന്നെ എമൗണ്ട് ഇൻ സോഹോ ബുക്സ്, നമുക്ക് എത്രയാണ് എമൗണ്ടുകൾ എന്തെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സെയിൽസ് ആണ്. അപ്പോൾ സെയിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കാണിക്കും. ഇവിടെ നമുക്ക് കസ്റ്റമർ ഉണ്ട്, അതേപോലെ തന്നെ കോഡ്സ് ഉണ്ട്. നമ്മൾ ഓർഡറൊക്കെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊട്ടേഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ സെയിൽസ് ഓർഡർ, ഡെലിവറി ചലാന്, ഇൻവോയ്സ്, പേയ്മെൻറ്റ് റിസീവ്ഡ്, റിക്കറിങ് ഇൻവോയ്സസ്, ക്രെഡിറ്റ് നോട്ട്, ഇത്രയും കാര്യങ്ങളാണ് സെയിൽസിൽ വരുന്നത്. അപ്പോൾ നമുക്കൊരു കസ്റ്റമറെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക, നമ്മളിവിടെ കസ്റ്റമറെ നമുക്കിവിടെ പ്ലസ് അടിച്ചിട്ട് നമുക്കിവിടെ കസ്റ്റമറെ നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ന്യൂ കസ്റ്റമർ, നമുക്കിവിടെ കസ്റ്റമർ ടൈപ്പ് ബിസിനസ് ആണോ ഇൻഡിവിജ്വൽ ആണോ, അപ്പോൾ ഇൻഡിവിജ്വലിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമുക്ക് സല്യൂട്ടേഷൻ, അപ്പോൾ ഇവിടെ നമുക്ക് മിസ്റ്റർ എന്നുള്ളത് കൊടുക്കാം. ഇവിടെ ഫസ്റ്റ് നെയിം എന്നുള്ളിടത്ത് നമുക്കിവിടെ കൊടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് നെയിം എന്നുള്ളിടത്ത് ഞാനൊരു പേരടിച്ചു, ഇപ്പോൾ ഗോപി എന്നുള്ളത് അടിച്ചു, എൻ്റർ അടിച്ചു. നമുക്ക് ലാസ്റ്റ് നെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് നെയിം ഞാനിവിടെ KJ എന്ന് കൊടുത്തു, എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾക്ക് സെലക്ട്, ഇവിടെ നമുക്ക് കമ്പനിയുടെ പേരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. അതേപോലെ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ നെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ ഫോൺ ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പർ, എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാം. അതേപോലെ ഇവിടെ GST ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് ഏതാണെന്ന് വെച്ചെങ്കിൽ കൊടുക്കാം. GST ഉണ്ടെങ്കിൽ കൊടുക്കാം, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അൺരജിസ്റ്റേർഡ് ബിസിനസ്സിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. പാൻ നമ്പർ കൊടുക്കാം. ടാക്സ് പ്രിഫറൻസിലേക്ക് നമുക്ക് ഏതാണ് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതേപോലെ നമുക്ക് ഇവിടെ കറൻസി കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഓപ്പണിംഗ് ബാലൻസ്, ഈ പാർട്ടിയുമായിട്ടുള്ളൊരു ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഡ്യൂ ഓൺ റെസിപ്റ്റ്, അതേപോലെ തന്നെ നമുക്ക് പോർട്ടൽ എനേബിൾ പോർട്ടലിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. പോർട്ടൽ ലാംഗ്വേജ് ഏതാണ് വേണ്ടതെന്നുള്ളതിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ കോൺടാക്റ്റ് ഹാസ് ബീൻ ആഡഡ്, നമ്മൾക്ക് ഇവിടെ മിസ്റ്റർ ഗോപി എന്നുള്ള ഒരു കസ്റ്റമറെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞു.
അപ്പോൾ നമുക്ക് എന്തെല്ലാം ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾക്ക് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് ഇനി മോർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. മോർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മൾക്ക് ഇമെയിൽ, കസ്റ്റമർ, അതേപോലെ തന്നെ ലിങ്ക് ടു വെൻഡർ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ആണ് നമ്മൾക്ക് കോട്ടേഷനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, സെയിൽസ് ഓർഡർ ചെയ്യാം, അതേപോലെ തന്നെ ഡെലിവറി ചലാൻ. ഇനി ഇൻവോയ്സ് ആണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക, ഇൻവോയ്സിൻ്റെ അവിടെ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇനി നമുക്കൊരു ഇൻവോയ്സ് ആണ് നമ്മൾ അടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ന്യൂ ഇൻവോയ്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ നമുക്ക് കസ്റ്റമറുടെ പേര് കൊടുക്കാം. ഇവിടെ നമ്മുടെ കസ്റ്റമറുടെ പേര് നമ്മളിവിടെ ഗോപി സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് പ്ലേസ് ഓഫ് സപ്ലൈ നമ്മളിവിടെ കേരള കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഇൻവോയ്സ് ഡേറ്റ് കൊടുക്കാം, ടേംസ്, ഡ്യൂ ഓൺ റെസിപ്റ്റ്, ഡ്യൂ ഡേറ്റ്, ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് സെയിൽസ് പേഴ്സണെ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ സെയിൽസ് പേഴ്സണെ നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ നമുക്ക് ഐറ്റം ടേബിളിലേക്ക് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ഏതാണ് ഐറ്റംസ് എങ്കിൽ ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ റൈസ് എന്നൊരു ഐറ്റം അടിച്ചു. ഇവിടെ നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി നമുക്കിവിടെ കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ക്വാണ്ടിറ്റി അടിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ ഞാനൊരു 50 കൊടുത്തു ക്വാണ്ടിറ്റി. അതേപോലെ ഇവിടെ എനിക്ക് റേറ്റും കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ റേറ്റ് കൊടുക്കുന്നു, ഒരു 42 ഞാൻ റേറ്റ് കൊടുത്തു. അപ്പോൾ എമൗണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇനി വീണ്ടും ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാം. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് അപ്പം തന്നെയാണ് കിട്ടണമെങ്കിൽ നമുക്കിവിടെ ഐ ഹാവ് റിസീവ്ഡ് ദ പേയ്മെൻറ്റ് എന്നുള്ളടത്ത് അടിക്കാം. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതിനെ നമുക്ക് ഡ്രാഫ്റ്റ് ആയിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് നേരെ സേവ് ആൻഡ് സെൻഡിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതിനെ നമുക്ക് സേവ് ചെയ്യണമെന്ന് വിചാരിക്കാം. നമ്മളിവിടെ സേവ് ആസ് ഡ്രാഫ്റ്റ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇതൊരു ഡ്രാഫ്റ്റ് ആയിട്ട് നമ്മൾ സേവ് ചെയ്തിട്ട് വെച്ചു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. അടുത്തത് പർച്ചേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, പർച്ചേസിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെൻഡറാണ്. ഇപ്പോൾ സെയിൽസിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് കസ്റ്റമറാണ്. മറ്റേതാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഡെറ്ററാണ്. അപ്പോൾ നമുക്ക് ഏതാണ് ഡീറ്റെയിൽസ് വെച്ചെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമുക്ക് പുതിയൊരു വെൻഡറാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് വെൻഡർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് ന്യൂ വെൻഡർ അടിക്കാം. നമുക്ക് ഇവിടെ വീണ്ടും സല്യൂട്ടേഷനിൽ അടിച്ചു, മിസ്റ്റർ അടിച്ചു. ഇവിടെ നമുക്ക് പേര് കൊടുക്കാം. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഹരി എന്നുള്ളത് കൊടുത്തു. നമ്മളിവിടെ ലാസ്റ്റ് നെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ MK എന്നുള്ളതിലേക്ക് കൊടുത്തു. അതേപോലെ കമ്പനി നെയിം ഉണ്ടെങ്കിൽ കൊടുക്കാം, ഡിസ്പ്ലേ നെയിം കൊടുക്കാം. ഇവിടെ നമുക്ക് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. അതേപോലെ ഫോൺ നമ്പർ, എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാം. എങ്ങനെയാണ് നമുക്ക് GSTയുടെ ട്രീറ്റ്മെൻറ്റ് എന്താണ് വേണ്ടതെങ്കിൽ അതിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ അൺരജിസ്റ്റേർഡിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാം. INR, ഡ്യൂ ഓൺ റെസിപ്റ്റ്, എല്ലാ ഡീറ്റെയിൽസിനും കൊടുത്തുകഴിഞ്ഞെങ്കിൽ ആഡ് മോർ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ കൊടുക്കാം. ഇവിടെ നമുക്ക് ഈ ഒരു കസ്റ്റമറെ നമുക്ക് ഈ വെൻഡറെ നമുക്ക് സേവ് ചെയ്യാം. നമ്മൾ ആ ഒരു വെൻഡറെ നമ്മളവിടെ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്, നമ്മൾക്ക് ബില്ലാണ് ചെയ്യണമെന്ന് വിചാരിക്കുക. നമ്മൾ ബില്ല് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതായത് കസ്റ്റമർക്കുള്ള ഒരു ബില്ല് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് പേയബിൾ ഇതെല്ലാം നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് പുതിയൊരു ബില്ലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മളിവിടെ ന്യൂ ആണ് അടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ന്യൂ അടിച്ച് നമുക്ക് പുതിയൊരു ബില്ല് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് വെൻഡറെ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഹരിക്കാണ് ബില്ല് അടിക്കണമെങ്കിൽ നമ്മൾ ഹരിയെ സെലക്ട് ചെയ്തിട്ടെടുത്തു. നമുക്ക് ബില്ല് കൊടുക്കാം. ഇവിടെ നമ്മൾക്ക് എത്രയാണ് ബിൽ നമ്പർ നമ്മളിവിടെ കൊടുത്തു. ഓർഡർ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഓർഡർ നമ്പർ കൊടുക്കാം. ഡ്യൂ ഡേറ്റ് ആയിട്ട് നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ബിൽ ഡേറ്റ് കൊടുക്കാം. അതേപോലെ തന്നെ ഡ്യൂ ഡേറ്റും കൊടുക്കാം. ബിൽ ഡേറ്റ് പറഞ്ഞാൽ നമ്മൾ എന്നാണ് ബില്ല് ചെയ്യണത് ആ ഡേറ്റ് കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഡ്യൂ ഡേറ്റ് കൊടുക്കാം. അതേപോലെ തന്നെ ഐറ്റം ടേബിളിൽ നമുക്ക് എന്ത് ഐറ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് നമുക്കിവിടെ അടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് റൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ റൈസ് എന്നുള്ളതിലേക്ക് കൊടുത്തു. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിലേക്ക് നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമുക്കിവിടെ റേറ്റ് ഇവിടെ 40 ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിവിടെ ക്വാണ്ടിറ്റി എത്രയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് അടിക്കാം. നമ്മൾ മുന്നേ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കോസ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോഴാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 50 ആണ് അടിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇവിടെ എമൗണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മൾ മുമ്പ് തന്നെ ഈ ഐറ്റത്തിൻ്റെ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് എൻ്റർ അടിച്ചു. നമുക്കിവിടെ സബ് ടോട്ടൽ 2000 വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സേവ് ആസ് ഡ്രാഫ്റ്റും അതേപോലെ തന്നെ സേവ് ആസ് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ നമുക്ക് സേവ് ആസ് ഓപ്പൺ നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുത്തു കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ബിൽ ഡേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ബിൽ ഡേറ്റ് നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ബിൽ ഡേറ്റ് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമ്മുടെ ബിൽ ഡേറ്റ് കൊടുത്തു. നമുക്കിവിടെ ഇത് സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് സേവ് ആസ് ഓപ്പണിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ആ ബില്ല് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ ഡീറ്റെയിൽസും കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് മെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പേയ്മെൻറ്റ് മെയ്ഡിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾ പേയ്മെൻറ്റ്, നമുക്ക് ആർക്കാണ് നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എടുക്കാം. ഇവിടെ നമ്മുടെ 2000 ആണ് നമുക്കിവിടെ, ഇപ്പോൾ XYZ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 2000 ആണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓൾ പേയ്മെൻറ്റ്സ് ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് ആണെങ്കിൽ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കാം, ബിൽ പേയ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് ബിൽ പേയ്മെൻറ്റ് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ബിൽ പേയ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ ഇവിടെ നമുക്ക് XYZ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 2000 നമ്മൾ കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് 2000 ആണ് നമ്മൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ, അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. നമുക്ക് ഇവിടെ ഈ 2000 ആണ് നമ്മൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എമൗണ്ട് പെയ്ഡ് എന്നുള്ളിടത്ത് നമുക്കവിടെ എല്ലാ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ പേയ്മെൻറ്റ് ഹിസ്റ്ററി എടുക്കണമെങ്കിൽ നമുക്കിവിടെ പേയ്മെൻറ്റ് ഹിസ്റ്ററി സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ നമുക്ക് കാണിക്കും പേയ്മെൻറ്റ് ഓഫ് എമൗണ്ട് 2000 ആൻഡ് മെയ്ഡ് ആൻഡ് അപ്ലൈഡ് ഫോർ ടു എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ കാണിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കാണിക്കാം ഇവിടെ. അതേപോലെ ടൈം ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൊജക്റ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ടൈം ഷീറ്റ് ഇതാക്കാം. അതേപോലെ ഇ-വേ ബിൽസും ചെയ്യാം, GST ഫയലിംഗ് നമുക്ക് ഇത് തന്നെ ചെയ്യാം. അതേപോലെ അക്കൗണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ അക്കൗണ്ടൻ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മാനുവൽ ജേർണൽസ്, നമുക്ക് ജേർണൽ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ മാനുവൽ ജേർണൽസ് ചെയ്യണത്. ഇവിടെ നമുക്ക് ക്രിയേറ്റ് എ ന്യൂ ജേർണൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ജേർണൽ എൻട്രി ആയിട്ട് നമുക്കിവിടെ ചെയ്യാം. അതേപോലെ ബൾക്ക് അപ്ഡേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് കാണിക്കാം. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ലെഡ്ജറുകളെല്ലാം കാണിക്കും. അക്കൗണ്ട് പേയബിൾ, അക്കൗണ്ട് റിസീവബിൾ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഈ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിലാണ് കാണിക്കുക. അതേപോലെ ട്രാൻസാക്ഷൻസ് ഉണ്ട്, നമുക്ക് സെയിൽ ട്രാൻസാക്ഷൻ ഉണ്ട്, പർച്ചേസ്, ബാങ്കിങ്, അക്കൗണ്ടൻറ്റ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അതേപോലെ എല്ലാ തരത്തിലുള്ള റിപ്പോർട്ട്സുകളും നമുക്കിവിടെ കിട്ടും. റിപ്പോർട്ട്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് ഓൾ റിപ്പോർട്ട്സ് ഉണ്ട്. ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെഡ്യൂള്, ഹോറിസോണ്ടൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ്, ഹോറിസോണ്ടൽ ബാലൻസ് ഷീറ്റ്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും നമുക്ക്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതേപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, എല്ലാ റിപ്പോർട്ട്സുകളും നമുക്ക് ഇതിന്ന് നമ്മൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. പിന്നെ നമുക്ക് എന്താണ് ഡോക്യുമെൻറ്റ്സ്. ഇപ്പോൾ ഡോക്യുമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മൾക്ക് എനേബിൾ ഓട്ടോ സ്കാൻ, നമുക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സുകളൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സുകളൊക്കെ നമുക്ക് ഇതിന്ന് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ലാസ്റ്റ് പറഞ്ഞാൽ എന്താണ് മോർ ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് മോർ ഫീച്ചേഴ്സ് നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ, പ്രൊജക്റ്റ് ആൻഡ് ടൈം ഷീറ്റ്, കസ്റ്റം ഡൊമെയിൻ, വർക്ക് ഫ്ലോ ഓട്ടോമേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. അപ്പോൾ ഇതാണ് സോഹോ ബുക്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് വരുന്ന വീഡിയോകളിൽ നമുക്ക് ഇതിനെക്കുറിച്ചിട്ടെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഇനി നിങ്ങൾക്ക് ഇതിന് കൂടുതൽ ട്യൂട്ടോറിയൽസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.